തിരുപ്പിറവിയുടെ ആഘോഷ നിറവിലാണ് ലോകം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ക്രിസ്മസിനെ വരവേറ്റ് ലോകം. പാതിരാ കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. ആഘോഷ നിറവിൽ UAEയിലെ ക്രൈസ്തവ ദേവാലയങ്ങളും വിശ്വാസികളും. പ്രകാശത്തിന്റെ സന്തോഷം നമ്മിലേക്ക് വരുന്ന ആഘോഷമാണ് ക്രിസ്മസ് എന്ന് മാർ ക്ലെമ്മിസ് കാത്തോലിക്ക ബാവ. കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണം ദൗർഭാഗ്യകരമെന്നും ബാവ. കഴിഞ്ഞ വർഷം കേക്കുമായി പോയവരാണ് ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പുതിയ തിരിച്ചറിയൽ രേഖ വരുന്നു. ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. SIR കരട് പട്ടികയിൽ ഇല്ലാത്തവർക്കായി വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങും. പരാതിരഹിത സംവിധാനം ഉറപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. 4 IAS ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി ചുമതലപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ലെന്ന കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് നേതാക്കൾക്ക് പോറ്റിയുമായി ബന്ധമെന്നും വിമർശനം. സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ റോദ്ദം ജ്വല്ലറിയിൽ പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘം. കോടതി നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല. കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. കേന്ദ്ര നയം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നുവെന്നും പിണറായി വിജയൻ. കേരളം സാമ്പത്തിക ഉപരോധം നേരിടുന്നുവെന്നും അർഹമായ കേന്ദ്രവിഹിതം നിഷേധിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. 17,000 കോടി വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും ജനങ്ങളെ ഇറക്കി പ്രതിരോധിക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം തലസ്ഥാനത്ത്. ശ്രീലങ്കയ്ക്കെതിരെ 3ാം T20 മറ്റന്നാൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. വിജയ് ഹസാരെ ട്രോഫിയിൽ കോഹ്ലിക്കും രോഹിത്തിനും സെഞ്ചുറി. പ്രത്യാശയുടെ സന്ദേശവുമായി യേശുക്രിസ്തു ഭൂമിയിൽ പിറന്നതിൻ്റെ ഓർമ്മയിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടക്കുന്നു. ആതിര രാധാകൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ആതിര, ക്രിസ്മസിൻ്റെ ആഘോഷ നിറവിലാണ് എല്ലാവരും. ക്രൈസ്തവ വിശ്വാസികൾ പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ, ഒപ്പം പ്രത്യേക ചടങ്ങുകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? കരുതലിൻ്റെയും അതിജീവനത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. വൈകുന്നേരം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യാശയുടെ സന്ദേശവുമായി യേശുക്രിസ്തു ഭൂമിയിൽ പിറന്നതിൻ്റെ ഓർമ്മയിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ തന്നെ നടന്നു. ഈ പ്രത്യേക പ്രാർത്ഥനകൾക്കൊക്കെ വിവിധ പള്ളികളിൽ വിവിധ നേതൃത്വമൊക്കെ നൽകിയിരുന്നു. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാളയം പള്ളിയിലും അതുപോലെ തന്നെ വിവിധ പള്ളികളിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പാതിരാ കുർബാനകളൊക്കെ തന്നെ അങ്ങനെ പുരോഗമിക്കുകയാണ്. ചില ആരാധനാലയങ്ങളിലൊക്കെ തന്നെ പുലർച്ചെയുള്ള ആഘോഷ പരിപാടികളും പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ധ്യാനങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഏതായാലും വിവിധ പള്ളികളിൽ ഈ പ്രത്യേക ചടങ്ങുകളും ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക ആഘോഷ പരിപാടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. നാളെ ഏതായാലും ഈ ലോകമെമ്പാടുമുള്ള മനുഷ്യർ അല്ലെങ്കിൽ വിശ്വാസികൾ, ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ ഭേദമന്യേയുള്ള വിശ്വാസികൾ ഏതായാലും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയാണ് ഈ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചത്. അതുപോലെ തന്നെ തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് കത്തീഡ്രൽ ആർച്ച് ബിഷപ്പ് ക്ലിമിസ് കാതോലിക്ക ബാവയാണ് ഈ പാതിരാ കുർബാനയ്ക്കും അതുപോലെ തന്നെ പ്രത്യേക പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കുമൊക്കെ തന്നെ കാർമ്മികത്വം വഹിച്ചത്. നിലവിൽ ഏതായാലും എല്ലാ പള്ളികളിലും പാതിരാ കുർബാനയും അതുപോലെ തന്നെ വിവിധ
ആഘോഷ പരിപാടികളൊക്കെ തന്നെ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ശരി, ആതിര രാധാകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ ആരംഭിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭാ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ്. അശ്വതിയുണ്ട് വിവരങ്ങളുമായി. അശ്വതി, ദേവാലയങ്ങളിലൊക്കെ ഇപ്പോൾ ക്രിസ്മസ് ശുശ്രൂഷകൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ചില പള്ളികളിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഈ ചടങ്ങുകളൊക്കെ കൊച്ചിയിൽ പുരോഗമിക്കുന്നത്? മായ, കേരളത്തിൽ വലിയ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇവിടെ പ്രധാനപ്പെട്ട വിവിധ സഭകളുടെ ആസ്ഥാന ദേവാലയങ്ങളും ഒപ്പം തന്നെ സഭാ ആസ്ഥാനങ്ങളും ഒക്കെയുണ്ട്. സഭാ അധ്യക്ഷന്മാർ, മേലധ്യക്ഷന്മാർ വിവിധ ആസ്ഥാന ദേവാലയങ്ങളിലും മറ്റ് പല ദേവാലയങ്ങളിലുമായിട്ട് ക്രിസ്തുമസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം നടന്നത് യാക്കോബായ സഭയുടെയാണ്. വൈകിട്ട് 6 മണിക്കാണ് യാക്കോബായ സഭയുടെ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത്. അത് ആരക്കുന്നം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലായിരുന്നു. കാതോലിക്ക ബാവ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതിൽ ആദ്യം വൈകിട്ട് 6 മണിക്ക് നടന്നിട്ടുള്ള പരിപാടിയിൽ ആദ്യം കൽക്കുരിശ് കൂദാശ, തുടർന്ന് സന്ധ്യാപ്രാർത്ഥന, ഒപ്പം തന്നെ തീജ്വാല ശുശ്രൂഷ, അതിനുശേഷം വിശുദ്ധ കുർബാന, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ ആരക്കുന്നം പള്ളിയിലാണ് അദ്ദേഹം കുർബാനയ്ക്ക് ക്രിസ്തുമസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. പിന്നീട് ഇവിടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 11 മണിക്ക് മറ്റ് 2 സഭകളിലും വൈകിട്ട് 11:30 ആണ് ശുശ്രൂഷകൾ ആരംഭിച്ചത്. അതിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അദ്ദേഹം സഭ ആസ്ഥാനമായിട്ടുള്ള കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സാധാരണ. അവിടെ തന്നെയാണ് വർഷങ്ങളായിട്ട് മേജർ ആർച്ച് ബിഷപ്പ് ഈ ക്രിസ്തുമസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാറുള്ളത്. അവിടെ തന്നെയാണ് ഇത്തവണയും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അദ്ദേഹം പതിവ് പോലെ തന്നെ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ, അഥവാ കൊച്ചിക്കാരുടെ സ്വന്തം കപ്പലുവള്ളി, അവിടെ തന്നെയാണ് അദ്ദേഹം ഇത്തവണയും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഈ 2 സഭകളിലും, സീറോ മലബാറിലും അതുപോലെ തന്നെ വരാപ്പുഴ അതിരൂപതയിലും 11:30 കൂടിയാണ് ക്രിസ്തുമസ് ശുശ്രൂഷകൾ ആരംഭിച്ചത്. വലിയ ജനപ്രവാഹമാണ്, വിശ്വാസികളുടെ പ്രവാഹമാണ് ഈ പള്ളികളിലേക്ക് ഒക്കെയുള്ളത്. ഒരു 10 മണിയോടുകൂടി തന്നെ, വൈകുന്നേരം 10 മണിയോടുകൂടി തന്നെ പള്ളിയിൽ പരിസരത്തും എല്ലാം തന്നെ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. 12:00 ശേഷമായിരിക്കും ഇതിലെ എല്ലാ പരിപാടികളും പൂർത്തീകരിക്കുക. ഏകദേശം 1 മണിയോടെ ആയിരിക്കും ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ അവസാനിക്കുക. മായ, തീർച്ചയായും പ്രത്യാശയുടെ ആ സന്ദേശവുമായി യേശുക്രിസ്തു ഭൂമിയിൽ പിറന്നതിൻ്റെ ആ ഓർമ്മയിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിരാ കുർബാനകളും ഒക്കെ നടക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് അശ്വതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ക്രിസ്മസ് സമാധാനത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് മാർപ്പാപ്പ. വത്തിക്കാനിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നു. ക്രിസ്മസ് നാളിലെങ്കിലും ലോകത്തെ യുദ്ധഭൂമികൾ നിശബ്ദമാകണമെന്നും കുറഞ്ഞത് 24 മണിക്കൂർ നേരത്തേക്ക് ആഗോളതലത്തിൽ പൂർണ്ണ സമാധാനം പാലിക്കണമെന്നും ലിയോ മാർപ്പാപ്പ നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. UAEയിലെ ക്രൈസ്തവ ദേവാലയങ്ങളും വിശ്വാസികളും ക്രിസ്മസ് ആഘോഷ നിറവിലാണ്. പുൽക്കൂടൊരുക്കി, നക്ഷത്രങ്ങൾ തൂക്കി, കരോൾ ഗാനങ്ങളുടെ അകമ്പടിയോടെ ദൈവപുത്രന്റെ അവതാരത്തെ വരവേൽക്കുകയാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ഗൾഫ് രാജ്യങ്ങളിലും ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിലാണ്. വലിയ വിഭാഗം വിശ്വാസികൾ 25 ദിവസങ്ങൾ നീണ്ട നോമ്പ് നൽകിയ വിശുദ്ധിയോടെയാണ് ക്രിസ്മസിനെ സ്വീകരിക്കുന്നത്. ഷാർജ സെന്റ് മൈക്കിൾസ് ഇടവകയിലെ സീറോ മലബാർ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ യേശുക്രിസ്തുവിന്റെ പിറവി തിരുനാൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കരോൾ സംഘത്തിന്റെ ഗാനാലാപനവും ഭവനങ്ങളിൽ ഒരുക്കിയ പുൽക്കൂടും സമ്മാനപ്പൊതികളാൽ അലങ്കൃതമായ ക്രിസ്മസ് ട്രീകളും പ്രകാശപൂരിതമായ നക്ഷത്രങ്ങളും ഒരുക്കിയാണ് കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾ ആഘോഷം അവിസ്മരണീയമാക്കിയത്. ഒരു ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് പങ്കുവെക്കുന്ന സ്നേഹമാണ്. അപ്പോൾ ഞങ്ങളും ചെയ്യുന്നത് അതാണ്.
ഞങ്ങളിത് ചെയ്യുന്നതിലൂടെ ഞങ്ങളുടെ കുട്ടികളെ ചെയ്യാൻ പഠിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ഈ പങ്കുവെക്കുന്ന സ്നേഹം തന്നെയാണ്. 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളും 60 വയസ്സ് പിന്നിട്ട മുതിർന്നവരും ഒരേ മനസ്സോടെ വീടുകൾ കയറിയിറങ്ങി കരോൾ ഗാനങ്ങൾ പാടിയും ക്രിസ്മസ് ആശംസകൾ നേർന്നും കേക്ക് മുറിച്ച് സ്നേഹം പങ്കിട്ട് മുന്നോട്ട് നീങ്ങിയത് ആവേശകരമായ അനുഭവമായി. ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പുൽക്കൂട് മത്സരത്തിലും നിരവധി കുടുംബങ്ങൾ പങ്കെടുത്തു. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. സംസ്ഥാനത്ത് പുതിയ തിരിച്ചറിയൽ രേഖ വരുന്നു. ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. കാർഡിന് നിയമപ്രാബല്യം നൽകാൻ കരട് തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. SIR കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കായി വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. പൗരത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് ഒരു പരിധിവരെ പ്രതിരോധമെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ പുതിയ തിരിച്ചറിയൽ രേഖ കൊണ്ടുവരുന്നത്. കേരളത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് തെളിയിക്കാനാണ് നേറ്റിവിറ്റി കാർഡ് നൽകുന്നത്. നിലവിൽ നൽകിവരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിപ്പിച്ച കാർഡുകൾ നൽകും. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന നിയമ പിൻബലമുള്ള ആധികാരിക രേഖയായി നേറ്റിവിറ്റി കാർഡ് നൽകാനാണ് ആലോചിക്കുന്നത്. ഒരാളും പുറന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്. അതിനായി ആധികാരികവും നിയമ പിൻബലമുള്ളതുമായ രേഖ ആ വ്യക്തിയുടെ കൈവശമുണ്ടാകണം. അത്തരമൊരു രേഖ കേരളത്തിൽ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകി വരുന്നുണ്ട്. അതിനു പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. അതേസമയം SIRലെ ആശങ്ക പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കായി രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തി പേര് ചേർക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതിരഹിത സംവിധാനം ഉറപ്പാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഇലക്ട്രൽ റോൾ ഒബ്സർവർമാരെ നിയോഗിച്ചു. 14 ജില്ലകളിലുമായി 4 ഇലക്ട്രൽ റോൾ ഒബ്സർവർമാരെയാണ് നിയോഗിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ ചുമതല MG രാജമാണിക്യം IAS-നാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ ചുമതല K ബിജു IAS-നും. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾ ടിങ്കു ബിസ്വാൾ IAS-നും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ, ആലപ്പുഴ ജില്ലകളുടെ ചുമതല ഡോക്ടർ K വാസുകി IAS-നുമാണ്. റോൾ ഒബ്സർവർമാർ ചുമതലയുള്ള ജില്ലകളിലെ അവകാശവാദങ്ങളും എതിർപ്പുകളും പരിശോധിക്കും. പരാതിരഹിതമായി അർഹതയുള്ള ഒരു വോട്ടർ പോലും ഒഴിവാക്കപ്പെടാതെ ന്യൂനതകൾ എല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള വോട്ടർ പട്ടിക പുതുക്കൽ സാധ്യമാക്കാനുള്ള എല്ലാ നടപടികളും എല്ലാ തലത്തിലും സ്വീകരിച്ചു വരികയാണെന്നും രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ലെന്ന് കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനകൾ തള്ളിപ്പറയാനും മുഖ്യമന്ത്രി തയ്യാറായില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-ഉം BJP-യും പരസ്പര സഹകരണ മുന്നണിയായി പ്രവർത്തിച്ചുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ച പ്രധാന വിഷയങ്ങളിലൊന്നായി ശബരിമല സ്വർണ്ണക്കൊള്ളയെ CPM ജില്ലാ കമ്മിറ്റികൾ പോലും വിലയിരുത്തുമ്പോഴാണ് ഈ വിഷയം തള്ളി മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. പന്തളം നഗരസഭയിലും കൊടുങ്ങല്ലൂരും ഉൾപ്പെടെ ശബരിമല വിഷയം ബാധിക്കാവുന്ന ഇടങ്ങളിൽ BJP-ക്കുണ്ടായ തോൽവി ഉയർത്തിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. ശബരിമലയുടെ പ്രത്യേക എന്തെങ്കിലും LDF-നെതിരായ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പന്തളത്ത് BJP-യുടെ നില ഗണ്യമായി കുതിച്ചുയരേണ്ടതായിരുന്നില്ലേ? അതുണ്ടായില്ലല്ലോ. അത് LDF-ന് തന്നെയാണല്ലോ അനുകൂലമായിട്ട് വന്നത്. LDF ആണല്ലോ അവിടെ BJP-യെ പരാജയപ്പെടുത്തി അധികാരത്തിലിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനകളും ഔദ്യോഗിക വാഹനത്തിൽ ഒരുമിച്ചുള്ള യാത്രയും തെറ്റായ സന്ദേശം നൽകിയെന്നും ഒരു ഘട്ടത്തിൽ പോലും തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും വിമർശനമായി ഉയരുമ്പോഴാണ് വെള്ളാപ്പള്ളിയെ തള്ളാതെ മുഖ്യമന്ത്രി നിലകൊള്ളുന്നത്. വെള്ളാപ്പള്ളി എന്നത് നമ്മുടെ സംസ്ഥാനത്തെ ചില പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ നേതാക്കളിൽ ഒരാളാണ്.
ന്യൂനപക്ഷ വിരുദ്ധമല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലീഗിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ എന്തിനാണ് ന്യൂനപക്ഷ വിരുദ്ധനാക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ മുന്നേറ്റത്തിനും മുഖ്യമന്ത്രിക്ക് ന്യായീകരണമുണ്ട്. UDFും BJPയും പരസ്പര സഹകരണ മുന്നണിയായി പ്രവർത്തിച്ചു എന്നാണ് വാർഡുകളിലെ വോട്ട് കണക്കുകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. ഇവിടെ UDFും BJPയും തമ്മിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന പ്രശ്നം. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ CPM സംസ്ഥാന സമിതിയും ഇടതുമുന്നണി യോഗവും ചേരാനിരിക്കെയാണ് ശബരിമലയും വെള്ളാപ്പള്ളിയും ഒന്നും ബാധിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ മുഖ്യമന്ത്രി തന്നെ നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ബെല്ലാരിയിലെ റോധം ജ്വല്ലറിയിൽ പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘം. പഞ്ചലോക വിഗ്രഹം കടത്തിയ D മണിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ചെന്നൈയിലെത്തി. കേസിൽ കോടതി നിരീക്ഷണത്തിനുള്ള CBI അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര നയം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം സാമ്പത്തിക ഉപരോധം നേരിടുന്നുവെന്നും അർഹമായ കേന്ദ്ര വിഹിതം നിഷേധിക്കുന്നുവെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. നേട്ടങ്ങളുടെ പേരിൽ സഹായം നിഷേധിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തീരുമാനം തിരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെന്ന് ധനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ബാലഗോപാലിന്റെ പ്രതികരണം. കടമെടുപ്പ് തുകയായ 12,515 കോടിയിൽ നിന്ന് 5,944 കോടി രൂപയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. പല വിഭാഗങ്ങളിലായി ആകെ 17,000 കോടിയുടെ കുറവാണ് വരുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ 8 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം. നിലവിൽ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. അതേസമയം പ്രതികളുടെ രാഷ്ട്രീയം സംബന്ധിച്ച ആരോപണങ്ങൾക്ക് തുടക്കമിട്ട കോൺഗ്രസിന് തിരിച്ചടിയായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും പുറത്തുവന്നു. മരിച്ച രാംനാരായണന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദ പരിപാടികൾ, ഇവന്റുകൾ, ട്രാവൽ, കായിക പരിപാടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യാജ ടിക്കറ്റുകൾ നൽകി പണം തട്ടിയെടുക്കുന്നത് സംബന്ധിച്ച് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. ജനപ്രിയ വിനോദ കായിക പരിപാടികൾ, ഇവന്റുകൾ എന്നിവയുടെ ടിക്കറ്റുകൾ നൽകാമെന്ന് കാട്ടിയാണ് പണം തട്ടിയെടുക്കുന്നത്. ടിക്കറ്റുകൾക്കായി പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ടിക്കറ്റിംഗ് ഏജൻസികളുടെയും വെബ്സൈറ്റിന്റെയും സാധുത പരിശോധിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് ദുബായ് പോലീസിന്റെ ആന്റി ഫ്രോഡ് സെന്റർ നിർദ്ദേശം നൽകി. തട്ടിപ്പുകളെ കരുതിയിരിക്കുക എന്ന പേരിലുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഡിമാൻഡ് ഉള്ളതിലും തീരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്താണ് പലപ്പോഴായി പണം തട്ടിയെടുക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പ് വഴിയോ 901 എന്ന നമ്പറിലോ വിവരങ്ങൾ അറിയിക്കാം. സൗദിയിൽ പ്രകോപനപരമായ ഉള്ളടക്കം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച 40 നിയമലംഘകർക്കെതിരെ സൗദി ജനറൽ അതോറിറ്റി ഓഫ് മീഡിയ റെഗുലേഷൻ നടപടി സ്വീകരിക്കുന്നു. വിഭാഗീയത, ഭിന്നത, വിദ്വേഷം, പ്രകോപനം എന്നിവ ഉളവാക്കുന്ന ഒന്നും പ്രസിദ്ധീകരിക്കരുതെന്ന് അനുശാസിക്കുന്ന ഓഡിയോ വിഷ്വൽ മീഡിയ നിയമത്തിലെ ആർട്ടിക്കിൾ 4 വസ്തുതകളെ അടിസ്ഥാനമാക്കിയല്ലാതെ തെറ്റായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന മീഡിയ ഉള്ളടക്കം പ്രക്ഷേപണം ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 10 ലംഘിച്ച് പ്രകോപനപരമായ ഉള്ളടക്കം പ്രസിദ്ധീകരിച്ച് ഇവർക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി ചോദ്യം ചെയ്യാൻ ജനറൽ അതോറിറ്റി ഫോർ മീഡിയ റെഗുലേഷൻ സമൻസ് അയച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുടെ സ്വർണ്ണം ഇറക്കുമതിയിൽ ഗണ്യമായ വർധനവ്. 2021 2024 അതായത് കഴിഞ്ഞ 4 വർഷത്തിനിടെ 4,36,055 കിലോഗ്രാം സ്വർണം സൗദിയിലേക്ക് ഇറക്കുമതി ചെയ്തതായാണ് റിപ്പോർട്ട്. സ്വർണ്ണ ഇറക്കുമതിയിൽ തുടർച്ചയായ വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2021 63,975 കിലോഗ്രാം സ്വർണ്ണമാണ് ഇറക്കുമതി ചെയ്തത്. 2022 ഇത് 98,789 കിലോഗ്രാമായും 2023 1,17,146 കിലോഗ്രാമായും വർദ്ധിച്ചു. 2024 1,56,145 കിലോഗ്രാം സ്വർണം ഇറക്കുമതി ചെയ്തു. 4 വർഷത്തിനിടെ സ്വർണ്ണ ഇറക്കുമതിയിൽ 1.5 ഇരട്ടിയോളം വളർച്ച രേഖപ്പെടുത്തി. സ്വർണ്ണ കയറ്റുമതിയിലും താരതമ്യേന സ്ഥിരത കൈവരിക്കാൻ സൗദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ കയറ്റുമതിയിൽ 190% വർധനവ് രേഖപ്പെടുത്തി.
കുവൈറ്റിലെ ഫൈലാക്ക ദ്വീപിൽ നിന്നും നിരവധി പുരാവസ്തുക്കൾ കണ്ടെത്തി. നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ആണ് ഇക്കാര്യം പറഞ്ഞത്. ദ്വീപിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അൽ ഖുസൂർ മൊണാസ്ട്രിയിൽ നിന്നാണ് സുറിയാനി ഭാഷാ ലിപിയിൽ ആലേഖനം ചെയ്ത മൺപാത്ര ശകലങ്ങളും നാണയങ്ങളും മറ്റും കണ്ടെത്തിയത്. ഇതിന് പുറമെ ഉമയ്യദ് അബ്ബാസിയ കാലഘട്ടങ്ങളിലെ നിരവധി പുരാവസ്തു ശേഷിപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് കിഴക്കൻ സിറിയയ്ക്ക് പാരമ്പര്യം പിന്തുടരുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വാസസ്ഥലമായിരുന്നു ഈ പ്രദേശമെന്ന് കൗൺസിലിന്റെ ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ റെദെ പറഞ്ഞു. മൺപാത്രങ്ങൾ, സുഗന്ധലേപനം സൂക്ഷിക്കുന്ന കുപ്പി, സുറിയാനി ലിപിയിൽ ആലേഖനം ചെയ്ത നാണയങ്ങൾ, വാസ്തുവിദ്യാഘടനയിൽ കണ്ടെത്തിയ വസ്തുക്കൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കുവൈറ്റിൽ മഴക്കാലങ്ങളിൽ റോഡുകളിൽ യുവാക്കൾ നടത്തിവരുന്ന അപകടകരമായ വാഹന അഭ്യാസ പ്രകടനങ്ങൾ ഏതാണ്ട് ഇല്ലാതായതായി റിപ്പോർട്ട്. നടു റോഡുകളിൽ വാഹനം വട്ടം കറക്കിയും സൈലൻസറുകൾ വഴി അമിതമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചും അപകടകരമായ രീതിയിൽ നടത്തിവരുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് പുതിയ ഗതാഗത നിയമം ശക്തമായി നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ തികച്ചും ഇല്ലാതായത്. പഴകിയ വാഹനങ്ങളാണ് ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾക്കായി യുവാക്കൾ ഉപയോഗിച്ചിരുന്നത്. ഇത്തരം വാഹനങ്ങൾ കണ്ടുകെട്ടി തത്സമയം പൊളിച്ചു പൊടിയാക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. മാത്രവുമല്ല, അനധികൃതമായി ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവർക്കെതിരെ അധികൃതർ ശക്തമായ നിയമ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. സൗദി കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച 15ാമത് അൽ ബഹ പ്രവാസി സാഹിത്യോത്സവ് സമാപിച്ചു. 3 സെക്ടറുകളിൽ നിന്നായി നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനം ബഷീർ നൂറാനി നീരോൽപാലം നിർവഹിച്ചു. സെക്രട്ടറി മുഹമ്മദ് റഫീഖ് പാറക്കൽ, അബ്ദുൾ ജബ്ബാർ എറണാകുളം, അബ്ദുൾ ജലീൽ കണ്ണൂർ, മിസ്ബാഹ് മാഹി എന്നിവർ സംബന്ധിച്ചു. പരിപാടിയിൽ ബഹ സെക്ടർ 65 പോയിന്റ് നേടി 1ാം സ്ഥാനവും 45 പോയിന്റ് നേടി ബൽജൂർഷി സെക്ടർ 2ാം സ്ഥാനവും തിഹാമ സെക്ടർ 39 പോയിന്റ് നേടി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കലാപ്രതിഭയായി തിഹാമ സെക്ടറിലെ ആയിഷ ജസയെയും സർഗ പ്രതിഭയായി ബാഹ സെക്ടറിലെ ഫാത്തിമ സനയെയും തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനം അൻസാർ സംസ കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലപൂജയ്ക്ക് ശബരീശ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായി തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഉച്ചയോടെ പത്തനംതിട്ട ടൗൺ പിന്നിട്ടു. തങ്കയങ്കി ഘോഷയാത്രയുടെ 2ാം ദിവസമായ ഇന്ന് രാവിലെ 8 മണിയോടെ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിലെ വിവിധ ക്ഷേത്രങ്ങളിലും ഹൈന്ദവ സ്ഥാപനങ്ങളിലും തങ്കയങ്കി കണ്ട് തൊഴുന്നതിനായി സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ഭക്തരാണ് തടിച്ചുകൂടുന്നത്. ഉച്ചയ്ക്ക് ശേഷം കടമ്പനിട്ട വഴി മൈലപ്രയിലെത്തി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം രാത്രിയോടെ കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇന്ന് രാത്രി അവിടെ വിശ്രമിച്ച് നാളെ രാവിലെ 8 മണിക്ക് യാത്ര പുനരാരംഭിക്കും. റാന്നി വഴി വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് രാത്രിയോടെ പെരുന്നാട് ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 3ാം ദിവസം രാത്രി ഇവിടെ വിശ്രമിച്ച് പിറ്റേന്ന് പുലർച്ചെ യാത്ര തുടരുന്ന ഘോഷയാത്ര ലാഹാസത്രം വഴി പമ്പയിലെത്തി യാത്ര തുടർന്ന് വൈകുന്നേരത്തോടെ ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഉദ്യോഗസ്ഥരും ചേർന്ന് തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തുമ്പോൾ ശബരിമല മേൽശാന്തിയുടെയും മറ്റ് ശാന്തിക്കാരുടെയും നേതൃത്വത്തിൽ തങ്കയങ്കി ഏറ്റുവാങ്ങി പുണ്യാഹം തളിച്ച് ശ്രീകോവിലിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 27-ന് രാവിലെ 10:10-നും 11:30-ക്കും ഇടയിൽ ഭഗവത് വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണമുണ്ട്. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഡിസംബർ 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ഡിസംബർ 27-ന് 35,000 പേരെയും മാത്രമേ വെർച്വൽ ക്യൂ വഴി അനുവദിക്കുകയുള്ളൂ. തങ്കയങ്കി സന്നിധാനത്തെത്തുന്ന 26-നും ഭക്തർക്ക് നിയന്ത്രണമുണ്ട്. ലോക ചാമ്പ്യന്മാരായ ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ആദ്യമായി തിരുവനന്തപുരത്തെത്തി. ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയുടെ ഭാഗമായാണ് ടീം തലസ്ഥാനത്തെത്തിയത്. 26, 28, 30 തീയതികളിലായി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായാണ് മത്സരം. വിജയ് ഹസാരെ ട്രോഫിയിൽ മുൻനിര താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും സെഞ്ചുറി. ആന്ധ്രാപ്രദേശിനെതിരായ മത്സരത്തിൽ ഡൽഹിക്ക് വേണ്ടി കളിക്കുന്ന കോഹ്ലി 94 പന്തിൽ പുറത്താവാതെ 118 റൺസ് നേടി. മുംബൈക്ക് വേണ്ടി കളിക്കുന്ന രോഹിത് സിക്കിമിനെതിരെ 61 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. 12 4-ഉം 8 6-ഉം പറത്തിയ രോഹിത് 94 പന്തിൽ 155 റൺസ് എടുത്ത് പുറത്തായി. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.